അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ 119 ഇന്ത്യക്കാരെ കൂടി നാളെയും മറ്റന്നാളുമായി ഇന്ത്യയിലെത്തിക്കും. 2 വിമാനങ്ങളിലായി അമൃത്സർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടെയാണ് ഇക്കാര്യം പുറത്തുവന്നത്. ഫെബ്രുവരി 15 ശനിയാഴ്ച ഒരു വിമാനവും ഞായറാഴ്ച 16 മറ്റൊരു വിമാനവും അമൃത്സറിലെ ഗുരുരാം ദാസ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ എത്തും. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ 119 ഇന്ത്യക്കാരെയാണ് നാളെയും മറ്റന്നാളുമായി ഇന്ത്യയിൽ എത്തിക്കുന്നത്. ഇതിൽ 67 പേർ പഞ്ചാബിൽ നിന്നുള്ളവരും 33 പേർ ഹരിയാനയിൽ നിന്നും, 8 പേർ ഗുജറാത്തിൽ നിന്നുള്ളവരും, 3 പേർ ഉത്തർപ്രദേശിൽ നിന്നും, 2 പേർ രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഓരോ ആളുകളുമാണ് നാളെയും മറ്റന്നാളുമായി ഇന്ത്യയിലേക്ക് എത്തുന്നത്. അമൃത്സറിലെ ഗുരുറാം ദാസ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇന്ത്യക്കാരെ വഹിച്ചുകൊണ്ടുള്ള വിമാനം എത്തുക. മെക്സിക്കോ അതിർത്തിയിലൂടെയും മറ്റു വഴികളിലൂടെയും അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ഇവർ പിന്നീട് പാസ്പോർട്ടുകൾ നശിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം US നിന്ന് നാടുകടത്തപ്പെടുന്ന 2ാമത്തെ ഇന്ത്യൻ സംഘമാണ് നാളെയും മറ്റന്നാളുമായി എത്തുന്നത്. ഫെബ്രുവരി 5 അമൃത്സറിലെത്തിയ ആദ്യ സംഘത്തിൽ 104 ഇന്ത്യക്കാരുണ്ടായിരുന്നു. കൈകൾ ബന്ധിച്ച് കാലുകൾ ചങ്ങലയിട്ട് ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു എത്തിയതെന്ന് ഇവർ പറഞ്ഞിരുന്നു. ഇത് വലിയ വിവാദവുമായിരുന്നു. US സന്ദർശനത്തിനിടെ മനുഷ്യക്കടത്തിനെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നിപ്പറഞ്ഞു. നിയമവിരുദ്ധമായി US കഴിഞ്ഞ എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെടുക്കാൻ ഇന്ത്യ പൂർണ്ണമായും തയ്യാറാണെന്നും മോദി വ്യക്തമാക്കി. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ കണക്ക് പ്രകാരം 2022 24 ഇടയിൽ ഏകദേശം 1700 ഇന്ത്യക്കാരാണ് പിടിയിലായിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.